മോനെ അത് കുറച്ചുകൂടെ വലിച്ചു കിട്ടി. കുറച്ചുകൂടെ. മതി 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 മതി. മതി മോനെ, ഇനി അറിയാം. ഇപ്പൊ റോഡിൽ കൂടെ പോകുന്നവർക്കൊക്കെ ശരിക്ക് കാണാൻ പറ്റും അല്ലേ? അല്ലേലും ബോർഡിലല്ലോ, രുചിയിലല്ലേ കാര്യം. അമ്മയുടെ പഴങ്കഞ്ഞി ഒരു തവണ കുടിക്കുന്നവര് അത് 10 പേരോട് പറയും. ആ മൗത്ത് പബ്ലിസിറ്റിയാണ് നമുക്ക് വേണ്ടത്. എന്തായത് ഉത്സവ പറമ്പോ? ധനുഷേ, ഇവിടെ പലർക്കും ഇതിനെക്കുറിച്ചൊരു വിശ്വാസം വന്നിട്ടില്ല. അമ്മയുടെ പഴങ്കഞ്ഞിയുടെ രുചിയെക്കുറിച്ച് ഇവിടെ ആർക്കും ഒരു വിശ്വാസക്കുറവുമില്ല. പക്ഷെ പഴങ്കഞ്ഞി വിറ്റ് പണക്കാരായ ആരെയും ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ആണോ? അതെ, നിന്റെ കണ്ണിന്റെ കുഴപ്പം കൊണ്ടാ. എടി, പഴങ്കഞ്ഞി വെക്കുന്നത് കോടീശ്വരി ആകാനൊന്നും അല്ലല്ലോ. ഇതുകൊണ്ടൊന്ന് കുടുംബം മാറ്റാനല്ലേ നമ്മൾ നോക്കുന്നത്. ഇതൊക്കെ കൊണ്ട് എന്തെങ്കിലും നടക്കുമോ അമ്മേ? ദിവസം ഒരു 10 പേരെങ്കിലും വരുമോ? ചിലപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ വരുമായിരിക്കും അല്ലേ? കണ്ടറിയണം. എന്തായാലും അമ്മയുടെ ആഗ്രഹമല്ലേ, നടക്കട്ടെ. അതെ, ഇതെന്റെ ആഗ്രഹം തന്നെയാ. ആരോഗ്യമുള്ളിടത്തോളം കാലം എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണമെന്നൊരാഗ്രഹം. അതാ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. ഒരു കുടുംബം ഉയർച്ചയിലെത്തുന്നത് എപ്പോഴാണെന്നറിയോ നിനക്ക്? ചുറ്റുമുള്ള പ്രതിബന്ധങ്ങളിലൊന്നും തളരാതെ ജീവിതത്തിനോടുള്ള ഉള്ളിലെ അടങ്ങാത്ത ആഗ്രഹത്തിന്റെ തീ കത്തിച്ച് അവനവന്റെ ജീവിതമാർഗവും വഴിയും കണ്ടെത്തുമ്പോഴാ. ഇത് കേട്ടിട്ട് അമ്മ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്ന പോലെ ഉണ്ടല്ലോ. ഹേയ്, ഞാൻ കുറ്റപ്പെടുത്തിയൊന്നുമല്ല. ആഗ്രഹങ്ങളുള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ പടവെട്ടി ജയിക്കാൻ പറ്റൂ എന്ന് ഓർമ്മിപ്പിച്ചത് മാത്രാ. നിങ്ങൾ ആരും വിചാരിക്കുന്നത് പോലെയല്ല ഇത് ക്ലച്ച് പിടിക്കും. ഈ വലിയ പണക്കാർ വരെ ഇപ്പൊ ഇതുപോലുള്ള നൊസ്റ്റാൾജിക്കായ ആഹാരങ്ങള് എവിടെ കിട്ടും അന്വേഷിച്ച് നടക്കുന്ന കാലം അല്ലേ? എല്ലാവരും കൂടി ആഞ്ഞു പിടിച്ചാ നമുക്കിത് പൊളിക്കാം. അയ്യോ മക്കളെ, അതൊന്ന് പിടിച്ചിറക്കി. സന്ദീപേ,